നിഷേധാർത്ഥത്തോടെ മാർക്സിയൻ ആശയങ്ങൾ നടപ്പാക്കാൻ ഉറച്ചുനിന്ന നിലപാടുകളിൽ ഉറച്ചുനിന്ന VSന്റെ മടക്കയാത്രയാണ്. ഹരിപ്പാട് നിന്ന് അനന്തകൃഷ്ണൻ കൂടി ചേരുന്നു നമുക്കൊപ്പം. അനന്തൻ മടങ്ങി വരികയാണ്. അത് ചേതനയായിട്ടുള്ളൊരു മടക്കമാണെങ്കിൽ കൂടി വിപ്ലവ സൂര്യന്റെ കിരണങ്ങൾ ഇനിയും അവശേഷിക്കും തലമുറകളോളം. അത് രേഖപ്പെടുത്തി വയ്ക്കപ്പെടും തലമുറകളോളം. മോത്തി, VS ജീവിച്ചിരുന്നപ്പോൾ VS ഒരു ചരിത്രമായിരുന്നു. ആ ചരിത്രം ആവർത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മരണയാത്രയിലും. കാരണം ഇങ്ങനൊരു വിലാപയാത്ര കേരളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ടാകാം. EMSൻ്റെയും നയനാരുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഇത് തിരുവനന്തപുരത്ത് നിന്ന് VS ഒരുപാട് തവണ ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ഇത്രയും സമയമെടുത്ത് ആലപ്പുഴയിലേക്ക് വരുന്നതും ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാകാം. നമ്മൾ ഇന്നലെ ഉച്ച മുതൽ VSൻ്റെ വിലാപയാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് സഞ്ചരിക്കുകയാണ്. ഈ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴും തെരുവോരങ്ങളിൽ മുഴുവൻ കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയെല്ലാം ഈ ഹരിപ്പാട് ദേശീയപാതയിൽ കാണുന്ന ദൃശ്യങ്ങളാണിത്. എന്തുമാത്രം ജനങ്ങളാണ് ഈ ദേശീയപാതയുടെ ഇരുവശങ്ങളിലായി നടുക്കൊരു വഴിയിട്ട VSൻ്റെ വിലാപയാത്രയ്ക്ക് കടന്നു പോകാൻ വേണ്ടി ഒരു വഴിയിട്ടുകൊണ്ട് അവർ കാത്തു നിൽക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇവിടെ കാത്തു നിൽക്കുന്ന ജനങ്ങളാണ്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. എങ്ങനെയാണ് VSനെ കാണുന്നത്? എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? VS നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവനും ഒഴിഞ്ഞു വെച്ച സാധാരണക്കാരുടെ പ്രിയപ്പെട്ട സഖാവ് VS. എങ്ങനെയാണ് VSനെ ഓർക്കുന്നത്? VSനെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഞങ്ങളുടെ വലിയ ഓണറേറിയം കൂട്ടിയത് ഞങ്ങളുടെ VS ആണ്. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇത് മഴയത്തും കാല് കൊയ്യാനായിട്ടും വന്ന് നിൽക്കുക കാണാൻ വേണ്ടി. വലിയ സഹായമായിരുന്നു. വലിയ സഹായം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സഹായങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്. പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു നേതാവാണ് ഞങ്ങളുടെ VS അച്യുതാനന്ദൻ. അതിൽ ഞങ്ങൾക്ക് അഭിമാനം, അതിൽ ഞങ്ങൾ ദുഃഖം ചെയ്യും. മോദി, ആൾക്കാരുടെ വികാര വായ്പോടെയുള്ള വാക്കുകളാണ് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. കാരണം തിരുവനന്തപുരവും കൊല്ലവും അവിടെയൊക്കെ VSനെ സ്നേഹിക്കുന്ന ജനങ്ങൾ, VSൻ്റെ ആശയങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്ന ജനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ നമുക്ക് ഇവിടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് VSനൊരു ആദരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ് എന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ബഹുമാനം എപ്പോഴും നൽകുന്ന വ്യക്തിയാണ്. നമ്മൾ പ്രസംഗ വേദികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരുകൾ ഉണ്ടാകും. പക്ഷേ അതിനപ്പുറത്തേക്ക് ആലപ്പുഴയുടെ മണ്ണാണ്. ആ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഒരു ബഹുമാനം നൽകുന്ന ഒരു രാഷ്ട്രീയ സ്ഥലം കൂടിയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയ ഒരു സ്ഥലമാണ് ഹരിപ്പാട്. അപ്പോൾ അദ്ദേഹം ഈ വഴിയിൽ അവസാനമായി പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് എന്നതല്ല, ഒരു മനുഷ്യ സ്നേഹം, ഒരു ബഹുമാനം അത് നൽകാനാണ് ഞാൻ ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും ഇങ്ങനെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ നേരത്തെ കണ്ടതാണ്. രമേശ് ചെന്നിത്തല അല്പസമയം മുമ്പാണ് ഈ ഒരു വരിയുടെ മറുതലയ്ക്കൽ രമേശ് ചെന്നിത്തല VSനെ കാത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞു കുരുന്ന് പനിനീർ പുഷ്പവും പിടിച്ച് റോസാപ്പൂ, ചങ്കിലെ റോസാപ്പൂവാണ് VS എന്നാണ് പറയുന്നത്. മോള് ആരെ കാണാൻ, VSനെ കാണാൻ നിൽക്കുകയാണോ? ആണോ? VS പൂവിനെ അവസാനമായി കാണാൻ നിൽക്കുകയാണ്. VS പൂവൻ ആരായിരുന്നു എന്ന് അറിയാമോ? ആണോ? ആദ്യമായിട്ടാണോ കാണുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ കുരുന്നുകൾ ഒരുപാട് പേര് ഈ വഴിത്താരയിലൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അതായത് VSനെ അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ്. VS ഒരു അറിവാണ്, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്ന് നൽകപ്പെടുന്ന ഒരു അറിവ് കൂടിയാണ് VS. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങളെ കണ്ടിരുന്നു. അച്ഛനും അമ്മയും പല തലമുറകളിലേക്ക് ഇത് പകർന്നു കൊടുക്കപ്പെടുകയാണ്. അനന്തൻ, ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് VSന്റെ മാഹാത്മ്യവും മേന്മയും പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ആ വെളിച്ചം അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് അതങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. തലമുറകളോളം ഇത് അവശേഷിക്കുമെന്ന് നമ്മൾ പറയുന്നതും അതുകൊണ്ടാണ്. ചരിത്രത്തിൽ രേഖപ്പെടുത്തി വയ്ക്കും. ജീവിക്കുമ്പോൾ തന്നെ ചരിത്രമായ ചുരുക്കം മനുഷ്യരിൽ ഒരാൾ.